അത്യുത്തര കേരളത്തിൻ്റെ അനുഷ്ഠാന പ്രധാനമായ 9 ദിനരാത്രങ്ങളുടെ ഉത്സവക്കാലമാണ് പൂരോത്സവം. മീനമാസം പിറന്നാൽ വടക്കൻ കേരള ഗ്രാമാന്തരങ്ങളിലെ കാവായ കാവുകളും തറവാടുകളും പൂരത്തിരക്കിലേക്കാണ് ഉണരുന്നത്. കാർത്തിക നാൾ തൊട്ട് പൂരം നാൾ വരെ അനേകം അനുഷ്ഠാനങ്ങൾക്ക് വേദിയുണരുകയായി. തറവാടുകളിൽ പെൺകുട്ടികൾ പുലർകാലെ കുളിച്ച് കുറി തൊട്ട് പൂമുണ്ടുമുടുത്ത് കിണറ്റിൻ കരയിലും കൊട്ടിലകത്തും നിലവിളക്ക് വെച്ച് കാമദേവ സങ്കല്പത്തിൽ പൂക്കളിട്ട് നീരും ധൂമവും നൽകും. തറവട്ടിലെ മുത്തശ്ശിമാരായിരിക്കും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യ വിജ്ഞാന തിളക്കത്തോടെ അനുഷ്ഠാന കർമ്മങ്ങൾക്ക് പരികർമ്മിയാകുന്നത്. ഇതേ ഭക്തിവിശ്വാസ പ്രഹർഷത്തോടെ തന്നെയാണ് ഗ്രാമത്തിലെ ഭഗവതിക്കാവുകളിലും പൂരക്കിടങ്ങൾ പൂവിടൽ പൂജ നടത്തുന്നത്. 10 തികയാത്ത പെൺകുട്ടികൾ 9 നാളിലും കാവിലെ ഭണ്ഡാരപ്പുരയിൽ ഒന്നിച്ച് ഉണ്ടുറങ്ങിയാണ് ഈ ചടങ്ങ് ഭക്തിപൂർവ്വം നിർവഹിക്കുന്നത്. കാവിലെ അച്ഛനോ അന്തിത്തിരിയനോ ആയിരിക്കും അവിടെ പൂവിടലിന് പരികർമ്മിയാവുക. കാവിലെ പ്രഭാതത്തിലെ പൂവിടലിനും സന്ധ്യയ്ക്കുള്ള കാമന് വെള്ളം കൊടുക്കലിനും പെരുമ്പറയുടെ അകമ്പടിയുണ്ടാകും. പൂരം നാളിൽ പൂരം കുളി എന്ന ചടങ്ങോടെയാണ് പൂരോത്സവം സമാപിക്കുന്നത്. വടക്കൻ കേരളത്തിൻ്റെ മാത്രമായ ഈ സവിശേഷമായ ഉത്സവത്തിന് പഴയവർ പറഞ്ഞു തന്ന ഒരു ഐതിഹ്യമുണ്ട്. തൻ്റെ പ്രിയപത്നിയായ സതീദേവി ദക്ഷൻ്റെ യാഗകുണ്ഠത്തിൽ ആത്മാഹുതി ചെയ്തതിൽ ദുഃഖിതനായ പരമേശ്വരൻ കൊടും തപസ്സു തുടങ്ങി. സതിയുടെ പുനരവതാരമായ പാർവതി പരമേശ്വരനെ പതിയായി ലഭിക്കാൻ ശ്രമവും തുടങ്ങി. ഇന്ദ്രാദി ദേവന്മാരുടെ പ്രേരണ നിമിത്തം പരമേശ്വരനെ തപസ്സുണർത്തി കാമാതുരനാക്കുവാൻ കാമദേവൻ ആ തപോവനത്തിലെത്തുകയും ആ പ്രദേശം മുഴുവൻ പ്രമദവനമാക്കി മാറ്റുകയും ചെയ്തു. തപസ്സുണർന്ന പരമേശ്വരൻ നെറ്റിക്കണ്ണിലെ അഗ്നി കൊണ്ട് കാമനെ ചാമ്പലാക്കി. വംശോൽപത്തിക്ക് അടിസ്ഥാനമായ കാമം കൈവരിക്കാൻ കാമൻ ഉണ്ടായേ തീരൂ എന്ന നില വന്നു. ദേവകൾ പരിഭ്രാന്തരായി പോംവഴി ആരാഞ്ഞു. മിത്തുകളാണല്ലോ ഇതിൻ്റെ അകത്തുള്ളത്. പഴയകാലത്തെ പറഞ്ഞു വരുന്നതായ കഥകളാണ്. ഇപ്പോൾ പരമേശ്വരൻ്റെ നെടിലാഗ്നിയിലാണ് കാമൻ ദഹിച്ചതായിട്ട് പറയുന്നത്. അങ്ങനെ കാമൻ ഇല്ലാതായപ്പോൾ ഭൂമിയിലും എല്ലാ ലോകത്തും കാമൻ്റെ അഭാവം എല്ലാ നിലയിലും അനുഭവിക്കാനിടയായി. അങ്ങനെ വന്നപ്പോൾ പാർവതി തന്നെ ഇക്കാര്യത്തിൽ മുൻകൈയെടുത്ത് മറ്റുള്ള ദേവസ്ത്രീകളെയും മറ്റ് ദേവകന്യകമാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ എത്തിച്ചേർന്ന് വിവരങ്ങളൊക്കെ ബോധിപ്പിച്ചു. സംഘം രതിദേവിയും കൂടെയുണ്ട്. അതിനിത് അങ്ങ് ചെയ്തത് ശരിയല്ല, അതുകൊണ്ട് തിരിച്ച് എടുക്കാനുള്ളതായ എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി തരണം, അത് ഉപയോഗപ്പെടുത്തി തരണം. അങ്ങനെ പുനർജനിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങളന്ന് ഒരു കാര്യം ചെയ്യുക, എല്ലാവരും കൂടി വിഷ്ണുവിനെ ചെന്ന് ശരണം പ്രാർത്ഥിക്കുക. അതെ. പക്ഷെ ഇയാൾ ഇത് ശിവനാണെങ്കിൽ ഒരു സ്ത്രീ സാന്നിധ്യ വിരോധിയാണ് ആ അവസരത്തിൽ. അതുകൊണ്ടൊന്നും തന്നെ പറയാൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങളെല്ലാവരും ചെന്ന് വിഷ്ണുവിനോട് സങ്കടം പറയുന്നു. വിഷ്ണുവിനോട് സങ്കടം പറഞ്ഞപ്പോഴാണ് വിഷ്ണു പറഞ്ഞത്, നിങ്ങൾ ചൈത്രമാസത്തിലെ പിന്നെ കാർത്തിക നക്ഷത്രം തൊട്ട് പൂരം വരെയുള്ളതായ 9 നാളുകളിൽ കാമദേവൻ്റെ രൂപം പൂക്കളെ കൊണ്ടുണ്ടാക്കി, അതിന് പൂക്കളെ കൊണ്ടുണ്ടാക്കി എന്നാണ് നമ്മൾ വിഷ്ണു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇക്കാലത്ത് പിന്നെ മണ്ണ് കൊണ്ടും ചാണകം കൊണ്ടും ഒക്കെ കാമനെ ഉണ്ടാക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. പക്ഷേ അന്ന് പറഞ്ഞത് അങ്ങനെയാണ്, കാമൻ പൂക്കളെ കൊണ്ട് കാമൻ്റെ രൂപമുണ്ടാക്കി പൂവിട്ട് പൂജിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ പൂവമ്മനെ പൂവിട്ട് പൂജിച്ചപ്പോൾ പഴയ നില വീണ്ടെടുക്കാൻ സ്ത്രീകൾക്ക് സാധിച്ചു. ആ സന്തോഷമാണ് സ്ത്രീകൾ പുനർജനിച്ചു. ആ ഉണ്ടായിട്ടതായ സന്തോഷമാണ് അവർ ആടിപ്പാടി കളിച്ചത്. അതാണ് അത് 18 കന്യകമാർ പാടിക്കളിച്ചതായിട്ടാണ് പൂരക്കളി പറയുന്നത്.
കന്യകമാരുടെ പേരൊക്കെ ഉണ്ട്. അല്ല 18 നാരിക രംഭ, ഉർവശി, മേനക പോലുള്ള അങ്ങനത്തെ രംഭയും ഉർവശിതാനും മേനക പിന്നെ തിലോത്തമാഭിഖ്യ ഏവം അരുന്ധതിയും പരിചേറിയിടും ചിത്രലേഖരത്നാവി സമ്യക് അഹല്യ ദ്രൗപദി സീത താരാജ മന്ദകുക്ഷീജ ഇങ്ങനെ 18 കന്യകമാരുടെ പേരും പറയും. അതുപോലെ പഴയ കാലത്ത് സ്ത്രീകളായിരുന്നു ആടിപ്പാടിയത്. അതെ അത് തന്നെയാണ് പഴയ കാലത്ത്. അത് അങ്ങനെ മാത്രമല്ല നമ്മൾ ഈ പൂരമാല പാട്ടുകളൊക്കെ നമ്മുടെ തിരുവാതിരയുടെ സ്റ്റൈലാണ്. അപ്പോൾ മിക്കവാറും പെണ്ണുങ്ങൾ തന്നെയാണ് അതിൻ്റെ ആളുകൾ എന്ന് മനസ്സിലാവും. അതെ പിന്നെ തീർച്ചയായിട്ടും നമ്മോ നമ്മോ നാരായണ നമ്പോ നാഥൻ നാഥൻ നാരായണ നമ്പോ തഥൈ ആ രീതിയിലാണല്ലോ. അപ്പോൾ മിക്ക പാട്ടുകളും തന്നെയാണ്. പൊങ്കന്യമാർ പുലർ കാലേ പൂമുറ്റയുമായി വനത്തിൽ പൂത്തരാമോരൊന്നെ കൊയ്യുവാൻ പൂങ്കാവതിയിലെ നടന്നു ചെക്കിജേമന്തിയും മുല്ല ചിത്തം തെളിഞ്ഞ തീരാണി ചൊവ്വേറും മുല്ലകൾ കൊന്ന അമ്പൽ മുരിക്കുമെരിക്കും തൃത്താവ് തുമ്പകൾ മുല്ല തൂമതിയാം കുവലയം ഇച്ചൊന്നതെല്ലാം മുറിച്ചു പൂമുറ്റി തന്നിൽ നിറച്ചു. മിക്കവാറും അതിൻ്റെ ആ ഈശ്വരനുസരിച്ചിട്ടുള്ള ആട്ടം ഉണ്ടല്ലോ, അത് നമ്മുടെ തിരുവാതിരക്ക് കണക്കാണ്. അപ്പോൾ എന്തായാലും പെണ്ണുങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ആൾ നിലയിൽ ഉറപ്പാണ്. മാത്രമല്ല ഇത് കൂടുതൽ ആകർഷിക്കുന്നത് ഇന്നും പെണ്ണുങ്ങളെയാണ്. പൂരമാല പാട്ട് അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചതാണ്. ഞാൻ പൂരക്കളിയുടെ ഇത്രയും കാലത്തെ എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ പൂരമാല പാട്ട് പാടും അത് ഞാൻ തന്നെയാണ് പാടുകയാണെങ്കിൽ തീർച്ചയുറപ്പ് വളരെ ശ്രദ്ധിക്കും. ഇപ്പോൾ ചിലയിടത്ത് എല്ലാം പുരാണ കഥ ഭാരതം കഥയെ അടിസ്ഥാനപ്പെടുത്തി എഴുതുന്നതാണ്. ശ്രീകൃഷ്ണൻ രുക്മിണിയുടെ അടുത്ത് പോയ കഥകളൊക്കെ ഇതൊക്കെ പാടുമ്പോൾ അവർക്കൊരു ആവേശമാണ്. പാടുമ്പോൾ പരിചിൽ 16,008 മങ്കമാരോടും കൂടി മധുരിപു കൃഷ്ണൻ ദ്വാരകയിങ്കൽ സാദരം വാഴും കാലം തരുണിയാം രുക്മിണിയുടെ വീട്ടിൽ അർദ്ധരാത്രിക്കോരു നാൾ വസുദേവപുത്രൻ ചെന്നു വിളിച്ചു വാതിൽ തുറക്കാമങ്കേ. അപ്പോൾ അവിടുന്ന് ആ പെണ്ണുങ്ങളുടെ ഉത്തരവുണ്ട്. പിന്നെ ഒക്കെ ഉണ്ട്. അങ്ങനെ വളരെ തമാശയാണ് പാട്ടുകളൊക്കെ. അതൊക്കെ പൂരമാല പാട്ടുകളൊക്കെ സ്വാഭാവികമായിട്ടും പുരുഷന്മാരെക്കാളും ആകർഷിക്കുന്നത് സ്ത്രീകളെയാണ്. അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യത്തിൽ ഒരു കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ ഞാനോ ഇപ്പോൾ ചെയ്തത് എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഇത് ഈ പൂ ഇടുന്നതിനെ കുറിച്ച് അതുണ്ടല്ലോ. ഇപ്പോൾ കന്യകമാരാണ് പൂടേണ്ടത്. ഈ അതെ അതായത് പിന്നെ അർത്ഥം ഉണ്ടാവാത്ത കുട്ടികളാണല്ലോ. അത് 9 മുതൽ 12 വരെ വയസ്സുള്ളവർ, 9 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളാണ് പൂടേണ്ടത്. അത് പിന്നെ തറവാടുകളിലിടും, വീടുകളിലിടും, പിന്നെ ക്ഷേത്രങ്ങളിലിടും ഒക്കെ ചെയ്യും. പക്ഷേ ക്ഷേത്രങ്ങളിലും കന്യകമാരാണ് ഇന്ന് ഇട്ട് കാണുന്നത്. ഇപ്പോൾ തലയിൽ പൂമാലക്കാവിൽ കണ്ടോത്തി ഞാനിപ്പോൾ കളിച്ച ക്ഷേത്രത്തിൽ അങ്ങനെ മിക്ക സ്ഥലത്തും പൂവിടുന്നതായ പൊങ്കന്യമാരുണ്ട്. പക്ഷെ ചിലയിടത്ത് നമ്മുടെ പുരോഹിതന്മാരാണ് ഇടുക, ചിലയിടത്ത് കുട്ടികൾ തന്നെയാണ് ഇടുക. അങ്ങനെയാണ് ആ സങ്കല്പം. അങ്ങനെയാണ് കാർത്തിക തൊട്ട് പൂരം വരെയുള്ള 9 നാളുകളിൽ തന്നെയാണ്. അങ്ങനെയാണ് ഐതിഹ്യം തന്നെയാണ്. അത് ഈ കാലഘട്ടത്തിൽ വളരെ വളരെ അർത്ഥവത്താണ്. എന്തോ ഒന്നിനെ പ്രതീക്ഷിച്ചു കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഉത്സവം നടത്തുന്നത് ഉറപ്പാണ്. പൂരക്കളി തന്നെ യഥാർത്ഥത്തിൽ ഒരു യജ്ഞമാണല്ലോ. ആ യജ്ഞം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൻ്റെ നന്മയാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ടും പഴയ കാലത്ത് പൂരത്തോടുള്ളതായ ആഭിമുഖ്യം, ഇന്നതില്ല മാധ്യമങ്ങളൊക്കെ നിറഞ്ഞ് വീടുകളിലൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ പൂരത്തോടുള്ളതായ ആഭിമുഖ്യം കുറഞ്ഞു. പ്രധാന കാരണം ടെലിവിഷനാണ്, യാതൊരു സംശയവുമില്ല. ഇതുമാത്രമല്ല, ഏത് നമ്മുടെ സാംസ്കാരിക പരിപാടിക്കും വിലങ്ങടിതടിയായി നിൽക്കുന്നത് അവർ എല്ലാ സമയത്തും വാതിലടച്ചതിൻ്റെ അകത്താണല്ലോ. അവർക്കൊന്നും വേണ്ടല്ലോ, ആ ചിത്രങ്ങളെല്ലാം അവിടെ കാണാനുണ്ടല്ലോ. പിന്നെ നമ്മുടെ മറ്റുള്ള ബാഹ്യമായ ഈ അവതരണങ്ങളോ കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ടാന്ന്. പടികടന്ന് പോയി ഒരു സമൂഹമില്ല. അപ്പം പലപ്പോഴും ഒരു കാവിനിൽ നിന്ന് ഈ പൂരക്കളിയുടെ പാട്ടും, ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ട് തന്നെ മാധവമണിക്കരുടെ ഒരു ആരാധകൻ, ആ ചൊല്ലുന്നതിന്റെ ഭംഗി കാറ്റിലൂടെ ഓടിയെത്തുമ്പോ അതിപ്പം മാഷിക്ക് എന്നോടുള്ള ആ ഒരു താല്പര്യമാണ് പ്രധാന കാരണം. മറ്റൊരാൾ ഇപ്പൊ എന്നെക്കാൾ ചൊല്ലുന്ന ആളുണ്ടാവാം, അതായിരിക്കും സംബന്ധിച്ചു. നമ്മുടെ മറത്തുകളി പൂരത്തോടനുബന്ധിച്ച് അവിടെ പൂരക്കളി കളിക്കുന്നു.
ഈ മറുത്തുകളി യഥാർത്ഥത്തിൽ ഒരു നാടൻ കലയാണ് എന്നതിനോട് എനിക്ക് ഇല്ലപ്പോ അതൊരു സാഹിത്യമായിട്ടുള്ള ഏർപ്പാടല്ലേ, അതിന് വ്യാകരണ മാനമുണ്ട്. മാത്രമല്ല സാർ, അപ്പോൾ നിങ്ങൾ കരിപ്പത്ത് മാഷ് ശ്രദ്ധിക്കേണ്ടത്, പൂരക്കളിയോടനുബന്ധിച്ച് പൂരക്കളി തന്നെ പിന്നീട് മാറ്റം വന്നതൊക്കെ പുരുഷന്മാരെ ഏറ്റെടുത്തപ്പോഴാണ്. പിന്നീട് പൂരക്കളിയിൽ മറുത്തുകളിയൊക്കെ വരുന്നത് പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞപ്പോഴാണ്. പിന്നെ പൂരക്കളിക്ക് നിങ്ങൾ വേണമെങ്കിൽ 1000 കൊല്ലത്തിന് ഗവേഷണം പോലെ 1000 കൊല്ലം നിങ്ങൾ നിശ്ചയിച്ചു. 1000 കൊല്ലത്തിൻ്റെ കുറേ കഴിഞ്ഞിട്ടാണല്ലോ തുടങ്ങിയിട്ട്, കുറേ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 100, 200, 300 കൊല്ലത്തിൻ്റെ ഒരു സാധ്യത മാത്രമേ മറുത്തുകളിക്കുള്ളൂ. അതേ ഉള്ളൂ. അപ്പോൾ മറുത്തുകളിയിൽ ഉണ്ടായിട്ടുള്ളതൊക്കെ വലിയ മാറ്റങ്ങളാണ്. നമ്മൾ ഇത് മറുത്തുകളി എന്ന വാക്കിനർത്ഥം ഒരു കാവിലെ കളിക്കാർ കളിക്കുന്നു, അതിന് പക്ഷെ അത് ഇന്നിപ്പോ അങ്ങനെ ഒരു ലേഖനത്തിൽ അങ്ങനെയൊക്കെ എഴുതുന്നുണ്ട്. ആരാണ് എഴുതിയതെന്നും പറയണ്ട, പക്ഷെ ആളുകൾ ഉദ്ദേശിക്കുന്ന അങ്ങനെയാണ്. ഇപ്പോഴത്തെ ലേഖകന്മാരും പിന്നെ സാംസ്കാരിക നായകന്മാരൊക്കെ ഉദ്ദേശിക്കുന്ന അങ്ങനെ. പക്ഷെ അതല്ല അതിന്റെ യാഥാർത്ഥ്യം. പണിക്കന്മാർ തമ്മിലുള്ളതായ മറുത്ത് കളി തന്നെയാണ് മറുത്തുകളി. പണിക്കന്മാർ തമ്മിലുള്ളതായ സംവാദം ഉണ്ടല്ലോ, ആ സംവാദത്തിനെയാണ് മറുത്തുകളി പണ്ടേ പറയാ. അല്ലാണ്ട് അവനെ തീർച്ചയായിട്ടും അല്ല, കളിയല്ല. കളി ഇപ്പൊ കളിയോടനുബന്ധിച്ചാണ് ഇത് നടത്തുന്നത്. 2 ക്ഷേത്രക്കാരല്ലേ മത്സരം. ഈ മത്സരത്തിന്റെ ആളുകൾ പണിക്കന്മാരാണ്. പണിക്കന്മാരുണ്ടെങ്കിൽ ഈ മത്സരം നടക്കുള്ളൂ. കളിക്കുന്നത് അങ്ങനെയാണ്. മറുത്ത് ചൊല്ലണല്ലോ. ഇപ്പോൾ ഒരാള് കണ്ടപാട് ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ അകതന്നെ അയാളും ചൊല്ലണല്ലോ. എല്ലാം മറുത്താണല്ലോ, എല്ലാതെ. പിന്നെ മറുത്തിട്ട് തന്നെ അന്യോന്യം പ്രിയമാർന്നു നാം സഭയിൽ നിന്നേതെങ്കിലും സജ്ജനത്തിനാനന്ദമായ വിദ്യ തുടരാമെന്നല്ലയോ വാഞ്ചിതം. എന്നാൽ ഈ സുജനം പല വഴിയിലും മാനിക്കുമാറുള്ള സന്ദർഭത്താലെ നയിക്കണം സമയം എന്നാണ് എൻ്റെ അഭിപ്രായവും. എല്ലാം തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും ക്രോധം ഡംഭം അഹങ്കൃതി പ്രമുഖ ദുസ്വാഭാവികം വിട്ടു നാം ബോധം ഭക്തി ഭയം ദയാ വിനയമി സദ്ഭാവമർജിക്കുകയില്ല. പലതും പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ വർത്തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മളതിനൊരു ഒരു ഗവേഷണത്തിൻ്റെ പരിവേഷം കൊടുക്കുമ്പോൾ മറുത്തുകളി എന്ന് പറഞ്ഞ കളിയല്ലേ, 2 കാവുകാർ തമ്മിലുള്ളതായ കളിയല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഞങ്ങളെ പഴയ കാലത്തെ പറഞ്ഞു വരുന്നത് പണിക്കന്മാർ തമ്മിലുള്ളതായ സംവാദത്തെയാണ് മറുത്തുകളി എന്ന് പറയുന്നത്. പിന്നെ കളി എങ്ങനെ ഇതിൻ്റെ അകത്ത് വന്നു ചോദിച്ചാൽ കളിയുടെ നടക്കുന്നുണ്ട്, ആ കളിയോടനുബന്ധിച്ചാണ് ഇത് നടക്കുന്നത്. അതാണ് അതിനാണ് എൻ്റെ ഒരു നിഗമനം. അതാണ് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവുമല്ലോ. പൂരം നാളിൽ ശുഭമുഹൂർത്തത്തിലാണ് പൂരംകുളി എന്ന പുണ്യദായകമായ ചടങ്ങ് നടക്കുക. കൊടികളും തഴകളും ദീപവുമായി നാമോച്ചാരണങ്ങളാൽ മുഖരിതമായ ഒരന്തരീക്ഷത്തിൽ ഭഗവതിയുടെ തിടമ്പുമായി പൂജാരി വെള്ളത്തിൽ 3 വട്ടം മുക്കുന്ന ചടങ്ങാണ് പൂരംകുളി. അതോടെ സ്ഥാനികരും ഭക്തജനങ്ങളും നീറ്റിലിറങ്ങി പൂരം കുളിക്കും. 9 നാൾ പൂവിട്ട് പ്രാർത്ഥിച്ചതിനാൽ കാമദേവൻ പ്രദ്യുമ്നനായി അവതരിച്ച ആഹ്ലാദ സുദിനമാണത്രേ പൂരത്തിരുനാൾ. അന്ന് നേരം അസ്തമിക്കും മുമ്പേ തറവട്ടകങ്ങളിലെ പൂക്കൾ കൊണ്ടു തീർത്ത കാമനെ പറമ്പിലെ പാൽമരച്ചോട്ടിലേക്ക് യാത്രയാക്കുന്ന ചടങ്ങുമുണ്ട്. പൂരക്കിടങ്ങൾ വികാരവായ്പോടെയാണ് ആ വേർപാടിൻ്റെ രംഗം കണ്ടു നിൽക്കുക. ഇനിയത്തെ പൂരത്തിനും വരണേ കാമ, കുഞ്ഞുമംഗലത്തെ ആറാട്ടിന് പോലെ കാമ തുടങ്ങിയ അപേക്ഷകൾ അപ്പോഴാണ് പാട്ടുപോലെ പരന്നൊഴുകുക. പൂരമെന്ന് കേൾക്കുമ്പോൾ വടക്കൻ കേരളത്തിൻ്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വരിക കൊട്ടൂക്കര കാമനെയാണ്. ചിരപുരാതനവും പുണ്യപൂരിതമെന്നും പേരുകെട്ട ഒരു തറവാടാണ് കരിവള്ളൂർ പാലക്കുന്നിനടുത്ത കൊട്ടൂക്കര തറവാട്. ഏച്ചിക്കുളങ്ങരക്കാവിൽ പൂരം കുളിച്ചെത്തുന്ന മുച്ചിലോട്ടമ്മയ്ക്ക് കൊട്ടൂക്കര തറവാട് കാഴ്ച കാണിക്ക വെക്കുന്നത് മുറ്റത്തൊരു പടുകൂറ്റൻ പൂക്കാമനെയാണ്. 5-8 പേർ ഒരു രാത്രി കൊണ്ടാണ് പൂക്കാമനെ ഉണ്ടാക്കുന്നത്. കട്ടപ്പൂ, ചെക്കിപ്പൂ, മാമ്പൂ, മുരിക്കിൻ പൂ, എരിക്കിൻ പൂ തുടങ്ങിയ പൂക്കൾ 3-4 ദിവസം മുമ്പ് തന്നെ ശേഖരിക്കാൻ തുടങ്ങണം. ഭഗവതിയോടൊപ്പം ഈ വിസ്മയം കാണാൻ 100 കണക്കിന് ആളുകളാണ് കൊട്ടൂക്കര തറവാട്ടിൽ പൂരത്തിരുനാൾ ദിവസം വന്നെത്തിച്ചേരുന്നത്. കൊട്ടൂക്കര കാമനെപ്പറ്റി അവിടുത്തെ ഗൃഹനാഥൻ അപ്പുക്കുട്ടൻ തൻ്റെ ഓർമ്മകൾ ഇങ്ങനെ പങ്കുവെക്കുന്നു.
വടക്കൻ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിവസമാണ്, അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളാണ് പൂര ദിവസങ്ങൾ. കാർത്തിക തൊട്ട് പൂരം നാൾ വരെ നമ്മുടെ വടക്കൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള കാവുകളിലും തറവാടുകളിലും ഒക്കെ കാമദേവ പൂജ എന്ന അർത്ഥത്തിൽ കുട്ടികൾ, പെൺകുട്ടികൾ പൂവിട്ട് കാമദേവനെ പൂജിക്കുന്ന ഒരു ചടങ്ങുണ്ട്. എന്നാൽ വടക്കൻ കേരളത്തിൽ മറ്റെവിടെയും കാണാത്ത തരത്തിൽ കാമദേവന്റെ രൂപം നിർമ്മിച്ചിട്ട് ഒരുപാട് അനുഷ്ഠാന പ്രധാനമായ ചടങ്ങുകളോടെ അത് ഇന്നും പരിപാലിച്ചു വരുന്ന ഒരു തറവാടാണ് കൊട്ടൂക്കര തറവാട്. കരിവള്ളൂരിനടുത്തുള്ള ഈ കൊട്ടൂക്കര തറവാട്, ഇവിടെ വീട്ടുമുറ്റത്തുള്ള ഈ കൊട്ടൂക്കര കാമൻ എന്ന ഈ രൂപം കാണാൻ വേണ്ടി വളരെ അകലെ നിന്ന് പോലും ആളുകൾ വരാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ പൂ ഇടുന്നത്, ഏത് ദിവസമാണ് ഈ പൂ ഇടുന്നത്, എന്താണ് ഇതിന്റെ പിന്നിലുള്ള കഥ, ഇതൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? 3-ാം ദിവസം മുതലേ പൂ പറിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ള ആളുകൾ, പെണ്ണുങ്ങളൊക്കെ ചെക്കിപ്പൂവൊക്കെ കൊണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ട് പോകും. ഈ രൂപം ഉണ്ടാക്കേണ്ട ആവശ്യത്തിലേക്ക് കാർത്തിക രോഹിണി മകീരിയാണ് ഞങ്ങളുടെ ശരിക്കുള്ള പൂരം തിറങ്ങുന്ന ദിവസം. ഞങ്ങളുടെ പൂവിടൽ മകീരി 7 പൂവാണ്. അന്ന് പൂ പറിക്കാൻ വേണ്ടിയിട്ട് പോകും എല്ലാവരും. എവിടെയാ പോവാ? വളരെ ദൂരത്ത് അവർ കരിങ്ങിക്കുഴി ഇങ്ങനത്തെ സ്ഥലത്ത് അങ്ങ് ചെക്കിപ്പൂ പറിക്കാൻ വേണ്ടിയിട്ട് പോകും. അവർ 3-4 പെണ്ണുങ്ങൾ ചെക്കിപ്പൂവൊക്കെ പറിച്ച് പുറത്തുള്ളവരെ നമ്മൾ ഏർപ്പാടാക്കുക. അവർ പറിച്ചു കൊണ്ടുവരും. പിന്നെ കട്ടപ്പൂവും അതുപോലെ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് ആളുകൾ ആ ദിവസം തന്നെ കൊല കൊലയായിട്ടുണ്ടാകുന്ന പൂവ്. അതിന് പുല്ലാനി മരത്തിന്റെ വള്ളീന്റെ പൂവ് അത് പറിച്ചു കൊണ്ടുവരും. അതും ഇവിടെ ശേഖരിച്ചു വെക്കും. പൂ ഇടാൻ തുടങ്ങുന്നത് പൂരത്തിന്റെ ഈ പൂരംകുളിയുടെ തലേ ദിവസം രാത്രിയാണ്. ഈ വലിയ കാമനുണ്ടാക്കും, വലിയ കാമനുണ്ടാക്കുന്നത്. പൂവ് അത് കൊട്ടിൽ സാധാരണയുള്ള കാമന്റെ പൂവ് സാധാരണ ഇടുന്നുണ്ട്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പൂരത്തിന് തലേ ദിവസം വൈകുന്നേരം കുറേ ആളുകൾ ഇവിടെ അതിന് വേണ്ടിയിട്ട് അറിയുന്ന കുറെ ആളുകൾ അതെ തലേന്ന് രാത്രി വൈകുന്നേരം ഇവിടെ ആളുകൾ പിന്നെ കൂടും. പൂവിടാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ, നമ്മൾ അറിയുന്ന ആളുകൾ ഒരാളുകളെ ആക്കി വെച്ചിട്ട് അവർ പൂവിടും. നിശ്ചിതമായ അളവൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇതിന് നിശ്ചിതമായ ആകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലത്തിൽ പൂവിന്റെ ഇതിനനുസരിച്ച് സൗന്ദര്യം കൂടും കാമന്റെ. അതെ അതെ അങ്ങനെയാണ്. വലിപ്പം ഏകദേശം ഇതേപോലെ തന്നെയാണ്. അതിന് പിന്നെ നമ്മൾ ഇല്ലാത്ത പൂവ് ഇപ്രാവശ്യം കുറച്ച് വെളുത്ത പൂവ് കുറച്ച് കൂടുതലാണ്. വെളുത്ത പൂവ് ഇത്രയൊന്നും ഉപയോഗിക്കില്ല. ചെക്കിപ്പൂവാണ് ഇതിന്റെ കാര്യമായിട്ട് കൂടുതൽ വേണ്ടത്. ചെക്കിപ്പൂ. പിന്നെ ആദ്യമായിട്ട് നമ്മൾക്ക് വേണ്ടത് ഈ പറഞ്ഞ കട്ടപ്പൂവ്, ചെക്കിപ്പൂവ്, പിന്നെ ചുള്ളിപ്പൂവ്, എരിക്കൻ പൂവ്. അതെ 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 പൂണൂല്, മാല, വള, കൈവളക്കൊക്കെ എരിക്കൻ പൂവാണ് ഉപയോഗിക്കാറ്. എരിക്കൻ പൂവ്. പിന്നെ മുരിക്കില്ല, മാമ്പൂവ്. മാവിന്റെ കമ്പ് ചരണ്ടി എടുത്തിട്ട് ഉണ്ടാക്കുന്ന പൂവാണ് മാമ്പൂവ്. അതെ, വെളുത്ത് മുഴുവൻ മാമ്പൂവ്. പിന്നെ ചുള്ളിപ്പൂവ് അതെ അതെ ചെക്കിപ്പൂവ്. പിന്നെ അത് കറുത്ത കട്ടപ്പൂവിന്റെ കരി കൊണ്ട് നമ്മൾ കുഴച്ചെടുത്ത് നിറം കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന പൂവാണത്. ചെമ്പകത്തും പൂവ് ഉണ്ടാവും. ചെമ്പകത്തും പൂവിന് കുറച്ച് അധികം അവിടെ ഇവിടെയൊക്കെ നല്ല ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് മത്തൻ കൊത്തിവെക്കും. പിന്നെ ഈ പൂക്കളൊക്കെ ശേഖരിക്കാൻ ഒരുപാട് അധ്വാനമുണ്ട്. വളരെ അധ്വാനമുണ്ട്. ഇന്നത്തെ കാലത്ത് പൂ കിട്ടാനില്ല. എവിടെയും പൂവൊക്കെ എവിടെയല്ലോ പോയിട്ട് കൊണ്ട് ശേഖരിക്കാൻ വലിയ പണിയാണ്. പഴയ കാലത്തെല്ലാം ത്യാഗമായിരുന്നു. കൂലി കൊടുക്കാറുണ്ട്. ഇപ്പൊ കൂലി കൊടുത്തിട്ട് തന്നെയാണ് എല്ലാം നടത്താറ്.
എന്നിട്ട് അത് തലേന്ന് തൊട്ട് തന്നെ ആൾക്കാരൊക്കെ ഇരുന്നിട്ട് ഇത് നിർമ്മിക്കാൻ തുടങ്ങും. അതെ, തലേ ദിവസം വൈകുന്നേരം അവിടെ നിർമ്മിക്കും. അപ്പൊ ഇവർക്ക് നിങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുക്കാറില്ല, ഇങ്ങനെ വേണം ഇങ്ങനെ വേണം? അതെല്ലാവരും കൂടിയിട്ട് നമ്മൾ ഇതിന്റെ ചർച്ച ചെയ്തുകൊണ്ടാണ് എല്ലാവരും കൂട്ടായ്മയോട് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ശരി. അപ്പൊ ആദ്യം ഉണ്ടാക്കുന്നത് കിരീട മേൽഭാഗത്തുനിന്നായിരിക്കും? അല്ല, ആദ്യം ഉണ്ടാക്കുന്നത് ഇവിടെ കിടക്ക. ഈ ശയ്യ ഈ കിടക്ക ഉണ്ടാക്കും. അതെ. പിന്നെ അതിനപ്പുറമുള്ള ഓങ്കാരം. അതെ, ആ കഴുത്തിന് മോൾ ഭാഗത്ത് കാണുന്നതൊക്കെ ഓങ്കാരം. അത് പിന്നീട് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ആദ്യം ഇതാണ് കിടക്ക് നിർമ്മിക്കും. കിടക്ക് ശേഷം അതിന് ശേഷമാണ് നമ്മൾ ഓങ്കാരം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ. ഓങ്കാരത്തിനാണ് കൂടുതൽ പണിയും. കിരീടടക്കം വരണം എല്ലാം. അപ്പൊ എത്ര മണിക്കൂർ കൊണ്ട് അത് പൂർത്തിയാകും? 8 പേര് രാത്രി ഇരുന്നാല്? രാത്രി ഒരു 8 മണിക്ക് ഇരുന്നാല് രാവിലെ ഒരു 4 മണി വരെ പുറക്കൊഴിഞ്ഞ് എന്നാലും മാത്രമേ പൂർത്തിയാവുള്ളൂ. കൊടുത്ത് ചോദിക്കട്ടെ, അതിന് നമ്മൾ കൂലി കൊടുക്കണം? ഇല്ല, ഉണ്ടാക്കുന്നതിന് കൂലി കൊടുക്കാറില്ല. ഇല്ല, അതിന് കൂലി കൊടുക്കാറില്ല. ഇല്ല, അവരൊരു ത്യാഗം തന്നെ. അത് ത്യാഗം തന്നെയാണ് എല്ലാവരുടെയും. ശരി. ഇത് ഇട്ട് കഴിഞ്ഞാല് പിറ്റേന്നും പൂരായി. അപ്പൊ ഇതിന് ഇവിടെ വിളക്ക് കത്തിച്ച് വെക്കുന്ന അങ്ങനെ ഉണ്ട്. വിളക്കുണ്ട്. വിളക്കിന്റെ തൂക്കിട്ട് കയറ അത് ഇവിടെ വിളക്കപ്പെടും. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സമയം അത് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ വിളക്ക് ചില കർമ്മങ്ങൾ ഇവിടെ ചെയ്യാറുണ്ട്. പൂ വാരിയിട്ടിട്ട് ചില കർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട്. തുടങ്ങുമ്പോൾ തന്നെ ചടങ്ങുണ്ടാവും അല്ലേ? തുടങ്ങുമ്പോൾ തന്നെ അതുണ്ട്. അതിന് പിന്നെ ധൂപം കാണിക്കുക, ഇങ്ങനെ ചില ഇതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് പിറ്റേ ദിവസം പൂരത്തിന് നമ്മുടെ ഇവിടെ കാവിലെ പൂരംകുളി കഴിഞ്ഞിട്ട് അവിടെ ഏച്ചിക്കുളങ്ങര പൂരംകുളി കഴിഞ്ഞിട്ട് മുച്ചോട്ട് ഭഗവതി, കരുവൂർ മുച്ചോട്ടിലെ ഭഗവതി, തേക്കുഴിക്ക, അത് കഴിഞ്ഞിട്ട്